നമസ്കാരം, ഞാൻ മുഹമ്മദ് നൗഫൽ. കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ICC ചാമ്പ്യൻസ് ട്രോഫി കിവീസിനെ തകർത്ത് ഇന്ത്യ വീണ്ടും ചാമ്പ്യന്മാർ. 42ാമത് ദേശീയ നാഷണൽ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായി കേരളം. മെഡൽ തിളക്കത്തിൽ ആലപ്പുഴ സായി താരങ്ങൾ. ദേശീയ യൂത്ത് അത്ലറ്റിക്സിൽ കേരളത്തിന് 3 മെഡൽ. ദേവക് ഭൂഷണിന് ഏഷ്യൻ യോഗ്യത. റെക്കോർഡിട്ട് അഭിനവ് ശ്രീറാം. കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 10 മുതൽ 12 വരെ തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ട് ടീം ഇന്ത്യ. ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഒരു ഓവർ ബാക്കി നിർത്തി 4 വിക്കറ്റുകൾ ശേഷിക്കെയാണ് വിജയം കൈവരിച്ചത്. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത്. ശക്തരായ ന്യൂസിലൻഡിനെ ഫൈനലിൽ 4 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി 3ാമതും സ്വന്തമാക്കി. ദുബൈയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ന്യൂസിലൻഡ് ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ടൂർണമെന്റിലുടനീളം ഫോമില്ലായ്മയുടെ പേരിൽ പഴികേട്ട രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഫൈനലിൽ ഇന്ത്യക്ക് തുണയായത്. 3 സിക്സും 7 ഫോറും സഹിതം 83 പന്തുകളിൽ നിന്ന് 76 റൺസ് നേടിയ രോഹിത്താണ് മത്സരത്തിലെ താരം. 4 മത്സരങ്ങളിൽ 65.75 ശരാശരിയിൽ 263 റൺസ് നേടി ടോപ്പ് സ്കോററായ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ താരം. ഭോപ്പാലിൽ നടന്ന 42ാമത് സീനിയർ നാഷണൽ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ആലപ്പുഴ സായി താരങ്ങൾ. 3 സ്വർണവും 3 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 7 മെഡലുകളാണ് സായി താരങ്ങൾ നേടിയത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന 42ാമത് ദേശീയ സീനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായി കേരളം. വനിതകളുടെ വിഭാഗത്തിൽ ഓൾ ഇന്ത്യ പോലീസാണ് കിരീടം നേടിയത്. വനിതകളുടെ കോക്സിലസ് 4 ഇനത്തിൽ റോസ്മരിയ ജോഷി, അശ്വതി PB, മീനാക്ഷി VS എന്നിവരടങ്ങിയ സഖ്യമാണ് കേരളത്തിനു വേണ്ടി സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷ സിവിലിയൻ കോക്സിലസ് 4 ഇനത്തിൽ ആദിനാഥ് TJ, സച്ചു സുരേഷ്, നവനീത് TJ, അദ്വൈത് JP നമ്പിയാർ എന്നിവരും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. 8 പേരടങ്ങിയ വനിതകളുടെ കോക്സ് ഇനത്തിൽ ഹിമ T, വിജിന മോൾബി, അലീന ആൻഡോ, റോസ്മരിയ ജോഷി, അശ്വതി PB, മീനാക്ഷി VS എന്നിവരും കേരളത്തിനായി സ്വർണം നേടി. ചാമ്പ്യൻഷിപ്പിൽ അമൃത മിഞ്ച് വനിതാ സിംഗിൾ സ്കൾ ഇനത്തിലും വർഷ KB വനിതാ കോക്സ് 8 മത്സരത്തിലും വിജിന മോൾബി, അലീന ആൻഡോ എന്നിവർ വനിതകളുടെ കോക്സ്ലെസ് പെയർ ഇനത്തിലും വെള്ളി നേടിയപ്പോൾ വനിതാ ഡബിൾ സ്കൾ ഇനത്തിൽ ആലപ്പുഴ സായിയുടെ സാനിയ ജയകൃഷ്ണൻ വെങ്കലവും സ്വന്തമാക്കി. ബീഹാറിൽ നടന്ന 20ാമത് ദേശീയ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 3 മെഡൽ. 1 സ്വർണം, 1 വെള്ളി, 1 വെങ്കലം എന്നിങ്ങനെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് യോഗ്യതയും മീറ്റ് റെക്കോർഡുമായാണ് കേരളം ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങിയത്. ദേവക് ഭൂഷൺ, അഭിനവ് ശ്രീറാം, ഫസലുൽ ഹക്ക് എന്നിവരാണ് കേരളത്തിനായി മെഡൽ നേടിയത്. ദേശീയ യൂത്ത് അത്ലറ്റിക്സിൽ ആൺകുട്ടികളുടെ ഹൈജമ്പിൽ കേരളത്തിന്റെ ദേവക് ഭൂഷന് വെള്ളി. ബീഹാറിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മീറ്റിൽ 2.04 മീറ്റർ ചാടിക്കടന്നാണ് ദേവക് 2ാം സ്ഥാനം നേടിയത്. ഇതോടെ ദേവക് ഏഷ്യൻ ജൂനിയർ മീറ്റിനും യോഗ്യത നേടി. ഏപ്രിൽ 15 മുതൽ സൗദി അറേബ്യയിലാണ് ഏഷ്യൻ മത്സരം. സ്വർണം നേടിയ ജാർഖണ്ഡിന്റെ അഫ്രോസ് അഹമ്മദും ഇതേ ഉയരമാണ് പിന്നിട്ടത്. ഇരുവരും ആദ്യ ശ്രമത്തിൽ തന്നെ 2.04 മറികടന്നു. ഇതോടെ 2.02 മീറ്റർ കടക്കാൻ കൂടുതൽ അവസരം ഉപയോഗിച്ച ദേവക് 2ാമതായി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് മുതലഞ്ചേരിയിൽ വിജയ് ഭൂഷണിന്റെയും സൗമ്യ ഭൂഷണിന്റെയും മകനായ ദേവക് ചേവയൂർ ഭാരതീയ വിദ്യാഭവനിൽ +2 വിദ്യാർത്ഥിയാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സിലും ദേശീയ സ്കൂൾ ഗെയിംസിലും ദേവക് സ്വർണം നേടിയിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അഭിനവ് ശ്രീറാം മീറ്റ് റെക്കോർഡോടെ സ്വർണവും നേടി. ആൺകുട്ടികളുടെ ഹെപ്റ്റാത്ലണിൽ 4731 പോയിന്റ് നേടിയാണ് ആലപ്പുഴ സ്വദേശിയായ അഭിനവ് റെക്കോർഡിട്ടത്. ആൺകുട്ടികളുടെ 110 മീറ്റർ ഹർഡിൽസിൽ പാലക്കാട് സ്വദേശി ഫസലുൽ ഹക്ക് വെങ്കലവും നേടി. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. കേരള കരാട്ടെ അസോസിയേഷന്റെ പിന്തുണയോടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 10 മുതൽ 12 വരെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തമിഴ്നാട്ടിലെ സേലം പെരിയാർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ദക്ഷിണ മേഖല അന്തർ സർവകലാശാല ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല വനിതാ ടീമിന് വെങ്കലം. ചാമ്പ്യൻഷിപ്പിൽ സഹൃദയ കോളേജിലെ 1ാം വർഷ MCOM വിദ്യാർത്ഥിനിയായ ഐശ്വര്യ S ആണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് നേടിയത്. തായ്ലാന്റിൽ നടക്കുന്ന ഏഷ്യൻ കനോയ് സ്ലാലം ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ കയാക്കിംഗ് ക്രോസിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. മലയാളി താരം 16-കാരൻ ആദം മാത്യു സിബി, ഭരത് വിശ്വകർമ്മ, ലക്കി വർമ്മ എന്നിവരുൾപ്പെട്ട സംഘമാണ് ടീമിനത്തിൽ 2ാമതെത്തിയത്.
പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.